തിരുവനന്തപുരത്ത് യുവ ഡോക്ടറായ ഷഹന ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ ഡോക്ടർ ഷഹനയുടെ സുഹൃത്തിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: അവർ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഈ ഒരു കല്യാണാലോചന ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു വളരെയധികം. അതിന് കാരണം ഡൗറി ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. പിന്നീട് അവരുടെ വീട്ടുകാരോട് കൂടി ക്ലിയറായിട്ട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അവൾ ആദ്യം വീട്ടിലോട്ടൊക്കെ ലീവ് എടുത്ത്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലീവ് എടുത്ത് 2 ആഴ്ച പോയായിരുന്നു. വീട്ടിൽ പോയി ഒന്ന് സമാധാനമായിട്ട് എല്ലാവരോടും സംസാരിച്ച് ആണ് തിരിച്ച് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത്. തിരിച്ച് വന്ന സമയത്ത് ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചും തുടങ്ങിയായിരുന്നു. വീണ്ടും പുറത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം രാത്രി വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയതാണ്. അന്നും ഷഹന കൂടെ ഉണ്ടായിരുന്നു. സന്തോഷമായിട്ട് തന്നെയാണ് എല്ലാവരോടും ഇടപെട്ടത്. അപ്പോൾ പെട്ടെന്ന് അതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വീണ്ടും ഓക്കെ ശരി, വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഇത് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്, കല്യാണം ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ സമ്മതിപ്പിച്ചെടുക്കാൻ പറ്റുമായിരിക്കാം രണ്ട് വീട്ടുകാരെയും എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇങ്ങനെ ഒരു ഡൗറി എന്നുള്ളൊരു റീസൺ അതിൻ്റെ പുറകിലുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ആക്ച്വലി ഷഹനയും വൈകിയാണ് ഇതിൻ്റെ പിന്നിൽ ഡൗറി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞത്. കാരണം ആദ്യം വീട്ടുകാർ മാത്രമായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പോൾ അവിടെ അതിന് ശേഷമാണ് പിന്നീടാണ് ഡൗറി ഒരു കാരണമായിരുന്നു ഇത് നിൽക്കാൻ എന്ന രീതിയിൽ ഷഹന തന്നെ അറിയുന്നത് പിന്നീടാണെന്നാണ് അവളുടെ കുറച്ച് സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയത്. പിന്നീട് ഷഹന പറഞ്ഞ രീതിയിലുള്ള നിലപാട് എനിക്കറിയാം. അവൾ അല്ലാതെ നേരിട്ട് റോയ്സിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഷഹന പറഞ്ഞത് വെച്ചിട്ട് നോക്കാം, ശ്രമിക്കാൻ വീട്ടുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ്. പക്ഷേ അതിനുശേഷം അതായത് എന്താ പറയുക, അവൾ തീരുമാനിച്ചുറപ്പിച്ചൊരു തീരുമാനം വേണമെന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പറ്റില്ല, വീട്ടുകാരെ എതിർത്തൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മുമ്പോട്ട് വരിക.